റബ്ബേ, നീ തന്നെയാണ് ഞങ്ങൾ റബ്ബ്, ഞങ്ങളെ യജമാനൻ നീ തന്നെയാണ്, നീ തന്നെയാണ് ഞങ്ങളെ പോറ്റുന്നവന്, നീ തന്നെയാണ് ഞങ്ങളെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ലോകത്തേക്ക് അവനെ പറഞ്ഞു വിടുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, വാനലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ട ആത്മാക്കളായിരുന്നു നിങ്ങള്. ആ വാനലോകത്ത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് ചില റൂഹുകൾ പരസ്പരം കണ്ട് പരിചയപ്പെട്ടോ, ചില റൂഹുകൾ പരസ്പരം കണ്ട് പരിചയപ്പെട്ടോ. ആ പരിചയപ്പെടലിന്റെ ഭാഗമായിട്ട് ഭൂമി ലോകത്തേക്ക് അവരെ പറഞ്ഞു വിടുന്ന സമയത്ത് ഈ ഭൂമി ലോകത്തവർ പരസ്പരം കണ്ടുമുട്ടുകയും ആ സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിവിടുന്ന് തുടങ്ങിയ ബന്ധമല്ല, ഇതിവിടുന്ന് തുടങ്ങിയ ബന്ധമല്ല. ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി മനുഷ്യ വിഭാഗങ്ങളുടെ അർവാഹുകൾ ഒരുമിച്ച് കൂട്ടി അലസ്തു ബിറബ്ബികുമുൽ അഅ്ലാ എന്ന് ചോദിച്ച സമയത്ത് അവിടെ ഒരുമിച്ച് കൂടി ആത്മാക്കളായിരുന്ന നമ്മളൊക്കെ അവിടെ വെച്ചുകൊണ്ട് പരസ്പരം തിരിച്ചറിഞ്ഞോ, അവിടെ വെച്ചുകൊണ്ട് പരസ്പരം നല്ല സഹകരണത്തോടെ നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി പരസ്പര ബന്ധം പുതുക്കിയവര് ഭൂമി ലോകത്ത് വരുന്ന സമയത്ത് അവർക്ക് ഇണക്കമുണ്ടാകും, അവർക്ക് പൊരുത്തമുണ്ടാകും, അവർക്ക് ഐക്യമുണ്ടാകും. അതേ സമയത്ത് മുത്തുനബി പറയുകയാണ്, ആ വാനലോകത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വാനലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം ആരൊക്കെയാണോ പരസ്പരം വൈരുദ്ധ്യമായത്, ആരൊക്കെയാണോ പരസ്പരം ദേഷ്യത്തിലായത്, അവർ ഭൂമി ലോകത്ത് വരുന്ന സമയത്ത് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ തുടങ്ങിയതല്ല, ഈ ബന്ധം ഇവിടെ തുടങ്ങിയതല്ല. അല്ലാഹുവിന്റെ ആലമുൽ അർവാഹിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അവിടെ മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ബന്ധം. പിന്നെയോ ഈ മനുഷ്യനെ ആലമുൽ അർവാഹിൽ വെച്ച് റൂഹുകളെ പടച്ചതിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂട്ടി റൂഹുകളെ അവിടെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ വയറ്റിൽ 4 മാസം നമ്മൾ ഗർഭം ധരിച്ച സമയത്ത് 4-ാം മാസത്തിൽ മനുഷ്യകോലം ഉമ്മയുടെ വയറ്റിൽ പിറക്കുമ്പോഴാണ് ഈ മനുഷ്യന്റെ റൂഹിനെ അതിൽ കൊണ്ടുവന്നിടുന്നത്. എവിടുന്നെങ്കിലും കൊണ്ടുവന്നിടണമെങ്കിൽ എടുത്തു വെക്കണല്ലോ, ഇത് എടുത്തു വെക്കണല്ലോ. ഒരു മലക്ക് കൊണ്ടുവന്നിട്ട് ഇടുകയാണ്, ഒരു മലക്ക് കൊണ്ട് വന്നിട്ട് ഉമ്മയുടെ വയറ്റിലെ ആ രൂപത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രൂപം ഇവിടുന്ന് പ്രാപിക്കുകയാണ്. ഒരു വാഹനം, നമുക്കൊരു വാഹനം സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു വാഹനം മാത്രമാണ് നമ്മുടെ ബോഡി, ശരീരം. ഞാൻ എന്നത് ഈ കാണുന്നതല്ല, ഇതെന്റെ കൈയാണ്, ഇതെന്റെ തലയാണ്, ഇതെന്റെ കാലാണ്. പക്ഷെ അവിടെയൊന്നുമല്ല ഞാൻ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ഞാനുണ്ട്. ആ ഞാനിനെയാണ് 4-ാം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ വയറ്റിലേക്ക് ഒരു മലക്കിന്റെ സഹായത്തോടെ, അകമ്പടിയോടെ ഒരു മലക്കിനെ കൊണ്ട് ഉമ്മയുടെ വയറ്റിൽ കൊണ്ടുവന്നിട്ടത്. അതാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. ആ ഞാനാണ് ഇവിടെ ജീവിക്കുന്നത്, ആ ഞാൻ തന്നെയാണ് ഇവിടുന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്നത്. ആ ഞാൻ എന്ന് പറയുന്ന ആത്മാവിന് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു വാഹനം മാത്രമാണ് നിങ്ങളുടെ ബോഡി, ശരീരം. ഇവിടെ സഞ്ചരിക്കാൻ ആവശ്യമാണ്, ഇവിടെ സഞ്ചരിക്കാൻ നിങ്ങളുടെ ബോഡി ആവശ്യമാണ്, ഇല്ലെങ്കിൽ ഇവിടെ സഞ്ചരിക്കാൻ കഴിയൂല. ഭൗതിക ലോകത്ത് കാര്യങ്ങളിൽ ഇടപെടാൻ, കാര്യങ്ങൾ നിർവഹിക്കാൻ, ഓരോ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ അതിനൊരു ശരീരം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഈ ബോഡി അല്ലാഹു പടച്ചത്. അതിനുള്ളിലാണ് ഞാൻ എന്നതിനെ അല്ലാഹു അതിനേക്കാണ് നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 4-ാം മാസത്തിൽ ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ വയറ്റിലേക്ക് അതിനെ ഇറക്കി കൊടുത്തു. അവിടെ മുതൽ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. 4 മാസം കഴിയുമ്പോഴേക്ക് ആ ഉമ്മാക്ക് പിന്നീട് അതിന്റെ ഇളക്കം അറിയാൻ തുടങ്ങുകയാണ്. അതിന്റെ ചെറിയ ചെറിയ ഇളക്കങ്ങളും അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ഓരോ ചലനങ്ങളും ആ ഉമ്മ പിന്നീട് അനുഭവിച്ചു തുടങ്ങുകയാണ്. ഞാൻ എന്നതിനെ അല്ലാഹു അതിന്റെ ഉള്ളിലേക്ക് ഇട്ടു. 9 മാസവും 10 ദിവസവും അല്ലെങ്കിൽ 10 മാസത്തോളം ആകുമ്പോ അതിന് ഗർഭം ധരിച്ചുകൊണ്ട് അങ്ങനെ ചുമന്ന് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ തർബിയത്ത് നടക്കുകയാണ്. ഈ ഞാൻ എന്നത് പുറത്തേക്ക് വരുന്നതിന്റെ മുമ്പ് ആ ഉമ്മയുടെ ഉദരത്തിൽ കടന്നുകൊണ്ട്, ഉമ്മയുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ട അന്നം കൊടുക്കുകയാണ്. പ്രയാസ
പ്രയാസങ്ങളൊന്നും തന്നെ ദുനിയാവിലുള്ള ഒരു പ്രയാസങ്ങളിലേക്കും അവൻ ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് അവന്റെ ശരീരത്തെ അല്ലാഹു പാകപ്പെടുത്തുകയാണ്. ആ ഉമ്മ ഗർഭം ധരിക്കുന്ന കാലത്ത് പൊക്കിൾ കുടി ബന്ധത്തിലൂടെ ഉമ്മ കുഞ്ഞിനെ തിന്നാൻ കൊടുക്കുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിക്മത്താണ്. വലിയ ഹിക്മത്താണത്. ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോ ഉമ്മാന്റെ വയറ്റിൽ നിന്നൊരു പൊക്കിൾ കുടി ബന്ധം ഇങ്ങനെ തിന്നാൻ കൊടുക്കുക. ഈ ഉമ്മ കഴിക്കണതിന്റെ ഒരു ഭാഗം ആ കുഞ്ഞിലേക്കും എത്തുക. വല്ലാത്തൊരു കൺട്രോളാണത്, വല്ലാത്തൊരു സംരക്ഷണം. ഉമ്മയുടെ വയറ്റിനുള്ളിൽ അല്ലാഹു ആ കുഞ്ഞിനെ വളർത്തുകയാണ്. ആ കുഞ്ഞിനെ ഉമ്മയുടെ വയറ്റിനുള്ളിൽ അല്ലാഹു വളർത്തുകയാണ്. ഈ ഞാനെന്നത് ഇപ്പോൾ ഉമ്മയുടെ വയറിനുള്ളിലാണ് ജീവിക്കുന്നത്. ഉമ്മയുടെ വയറിനുള്ളിലാണ് ഈ ഞാനെന്ന ഈ വ്യക്തി ജീവിക്കുന്നത്. 9 മാസം കഴിഞ്ഞ് 9 മാസം ചില്ലറ ദിവസങ്ങളും കഴിയുമ്പോ ഉമ്മ കുഞ്ഞിനെ ഗർഭം ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ദുനിയാവിലേക്ക് കുഞ്ഞ് പിറന്നു വീഴുകയാണ്. അതോടുകൂടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒന്നാമത്തവന്റെ ലോകം ആലമുൽ അർവാഹായിരുന്നു. ആലമുൽ അർവാഹിൽ അല്ലാഹു സർവ റൂഹുകളെയും ഒരുമിച്ച് കൂട്ടിയ സമയത്ത് അവിടെ ഇവൻ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇവന്റെ വീട് അത് ഉമ്മയുടെ ഗർഭാശയമായിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിലും അവൻ കുറഞ്ഞ കാലം ജീവിച്ചു. അതിനുശേഷം മൂന്നാമത്തെ വീട്ടിലേക്ക് അവൻ പുറത്തേക്ക് വന്നു. അത് ദുനിയാവിന്റെ വീടാണ്. അവിടെയാണിപ്പോ നമ്മൾ നിലകൊള്ളുന്നത്. ആലമുൽ അർവാഹ് യാത്ര പറഞ്ഞു പോന്നു. ഉമ്മയുടെ ഗർഭാശയത്തോട് യാത്ര പറഞ്ഞു പോന്നു. ആലമുദ്ദുനിയയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഈ രംഗങ്ങൾ കടന്നു പോകുന്നവരാണ്. ഈ ഓരോ അവസ്ഥകളും നമ്മൾ കടന്നു പോന്നിട്ടുണ്ട്. നിങ്ങൾക്കുമൊക്കെ അങ്ങനത്തെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ഓർത്തെടുക്കാൻ അത് കഴിയുന്നില്ല, ഒരുപക്ഷെ ചിന്തിക്കാൻ അത് കഴിയുന്നില്ല. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മെ പടച്ചുവിട്ടത്. ഈ 2 ലോകം കഴിഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ ലോകത്താണ് നമ്മളുള്ളത്. ചെറുപ്രായം മുതൽക്ക് അല്ലാഹു സംരക്ഷിച്ചു പോരുകയാണ്. തെറ്റിലൂടെയല്ല, നന്മയിലൂടെയാണ് അല്ലാഹു ഓരോ കുഞ്ഞിനെയും ഭൂമിയിലേക്ക് പടച്ചുവിട്ടത്. ഭൂമിയിലേക്ക് നമ്മെ പടച്ചുവിട്ട സമയത്ത് നാം കിടക്കുന്ന ആ കിടത്തത്തിൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന കാലത്ത് മലക്കുകളെപ്പോലും കാണാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നുവല്ലോ. ചെറിയ കുട്ടികൾ ഒരു തെറ്റും ചെയ്യാത്തവരാ. അതുകൊണ്ട് തന്നെ കുട്ടികളെങ്ങനെ നോക്കിയാൽ കാണാം. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികളെങ്ങനെ കളിക്കും, വെറുതെ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യും. അത് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ മലക്കുകളെ കണ്ടിട്ടാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം തെറ്റുകളില്ല, കുട്ടിക്ക് തെറ്റില്ല. അതുകൊണ്ട് അവരെ കളിപ്പിക്കുക, ചിരിപ്പിക്കുക. പിന്നീടോ അവരിങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇടപഴകുന്നതിനോട് അനുസരിച്ച് അവന്റെ ഹൃദയത്തിന് മറവരികയാണ്. തിന്മകൾ കലർന്നുകൊണ്ട് അവന്റെ ഹൃദയം കറപുരണ്ട് പോകുമ്പോഴാണ് ഇത്തരം കാഴ്ചയിൽ നിന്നൊക്കെ അവൻ മാറിപ്പോകുന്നത്. പിന്നീട് അവനക്ക് പലതും ദർശിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക, ഓരോ മനുഷ്യനും അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടെ, വളരെ ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് ഓരോ മനുഷ്യനും ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് ഒരാളും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചിന്തിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ പിറന്നു വീണ സമയത്ത് ഇവിടെ വന്നതിന് ശേഷമാണ് അവന്റെ മാതാപിതാക്കളെ ഏത് രൂപത്തിലാണോ ജീവിച്ചതെങ്കിൽ ആ വഴിയാണ് ആ പിഞ്ചു മകൻ സ്വീകരിക്കുന്നത്. യഹൂദിയായി ജീവിച്ച മാതാപിതാക്കളാണെങ്കിൽ ഈ കുഞ്ഞും യഹൂദിയായി പിന്നീട് കർമ്മങ്ങൾ ചെയ്യുകയാണ്. നസ്രാനിയായി മാതാപിതാക്കൾ ജീവിച്ചുവെങ്കിൽ ഈ കുഞ്ഞും ആ വഴി സ്വീകരിക്കുകയാണ്. അതല്ല തീ ആരാധകരായിട്ട് മജൂസിയായിട്ട് ജീവിച്ച മാതാപിതാക്കളാണെങ്കിൽ ഈ കുഞ്ഞും അത് കണ്ട് പഠിച്ചുകൊണ്ട് അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിച്ചു വീഴുന്ന സമയത്ത് ശുദ്ധ പ്രകൃതിയോടെയാണ് പ്രസവിച്ചു വീഴുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് ശുദ്ധ പ്രകൃതിയാണ്. പിന്നെ മാതാപിതാക്കൾ ഏത് രൂപത്തിൽ ജീവിച്ചോ അതിനനുസരിച്ച് ഇവന്റെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തും. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് തെറ്റിലേക്ക് പോകുന്നത്. അപ്പൊ
അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ കരാറിനെ അവൻ മറക്കുന്നത്. അല്ലാഹു ആലമുൽ അർവാഹിൽ വെച്ച് പറഞ്ഞു വെച്ചൊരു കരാറുണ്ട്. അലസ്തു ബി റബ്ബികുമുൽ അഅലാ, നിന്റെ ഏകനായ ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ച സമയത്ത് നമ്മളെല്ലാവരും അവിടുന്ന് ഏക സ്വരത്തിൽ പറഞ്ഞു, ബലാ അൻത റബ്ബുനാ, അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളെ യജമാനൻ, നീ തന്നെയാണ് ഞങ്ങളെ പരിപാലകൻ, നീ തന്നെയാണ് ഞങ്ങളെ പോറ്റുന്ന ഏകനായ റബ്ബെന്ന് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹുവിനോട് നമ്മൾ സാക്ഷി പറഞ്ഞതിന് ദുനിയാവിൽ വരുന്ന സമയത്ത് ആ മനുഷ്യൻ മറക്കാൻ തുടങ്ങുകയാണ്. അക്രമ സ്വഭാവങ്ങളിലൂടെ വേണ്ടാവൃത്തിയിലൂടെ റബ്ബിന്റെ കൽപ്പനകളെ മറികടന്ന് റബ്ബിന്റെ അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പിന്നീട് ജീവിതം ചിട്ടപ്പെടുത്താൻ തുടങ്ങുകയാണ്. ചെറുപ്രായം വിട്ടിങ്ങനെ യുവത്വത്തിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ്, അവന്റെ കർമ്മത്തിൽ മാറ്റങ്ങൾ വരികയാണ്. ഈ ആലമുദ്ദുനിയയിൽ ജീവിക്കുന്ന നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ മതി. ഏറ്റവും വലിയ ധിക്കാരികൾ നമ്മളല്ലേ, ഏറ്റവും വലിയ ധിക്കാരികൾ നമ്മളല്ലേ. ഇവിടെയുള്ള ഒരു മൃഗം പോലും ചെയ്യാത്ത ഏറ്റവും നീചമായ നികൃഷ്ടമായ കർമ്മങ്ങളിലൂടെയല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നാക്കാലികൾ പോലും അങ്ങനത്തെ ഒരു കർമ്മം ചെയ്യുന്നില്ല. അത്രയും മോശമായ ഏറ്റവും വലിയ പകപോക്കൽ നമ്മളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പക, പേര് കേട്ട പക പാമ്പിനാണെങ്കിൽ പാമ്പിന്റെ പക മറികടക്കുന്ന രൂപത്തില് മനുഷ്യൻ തമ്മിൽ പരസ്പരം പക വെച്ച് തുടങ്ങിയില്ലേ. അവസരം കിട്ടിയാൽ അവന്റെ പക പോക്കാൻ, അവസരം കിട്ടിയാൽ മറ്റുള്ളവനെ പ്രയാസപ്പെടുത്താൻ, മറ്റുള്ളവനോടുള്ള കുശുമ്പ് തീർക്കാൻ അവസരം കാത്തു നടക്കുന്നവന് പാമ്പിനെ പോലും ലജ്ജിപ്പിക്കുന്ന പക വെച്ച് നമ്മളെ പുലർത്താൻ തുടങ്ങിയില്ലേ. നമ്മളാലോചിക്കുക ദുനിയാവിൽ നമ്മളെത്തിയപ്പോൾ അതാണ് നമ്മളവസ്ഥ. ഇവിടെ പേര് കേട്ട അഹങ്കാരം മയിലിനാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ മയിലിനെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തില് നമ്മൾ ഏറ്റവും വലിയ അഹങ്കാരികളായി മാറി. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയവരെന്ന കിബിറ് നടിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് അഹങ്കാരത്തോടെ നടക്കില്ല, ധിക്കാരത്തോടെ നടക്കില്ല. നിങ്ങൾ ഞാൻ തന്നെ ഏറ്റവും വലിയവെന്ന ഉൾനാട്യത്തോടു കൂടി ദുനിയാവിലൂടെ നിങ്ങൾ നടക്കില്ല. ധിക്കാരം കാട്ടി നടക്കുന്നവരെ, അഹങ്കരിച്ച് നടക്കുന്നവരെ, ഏറ്റവും വലിയ ധിക്കാരികളായി ഭൂമി ലോകത്തൂടെ നടക്കുന്നവര് അല്ലാഹു അവരെ ഇഷ്ടപ്പെടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ അതിനെ മറികടക്കുന്ന രൂപത്തില് മയിലിനെ പോലും ലജ്ജിപ്പിക്കുന്ന ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ഉദാത്ത മാതൃകളായി നമ്മൾ മാറിയെങ്കിൽ നമ്മളാണതിന്റെ പ്രശ്നക്കാരൻ. നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞൊരു കരാറുണ്ട്. ആ കരാറ് നമ്മളെ പാലിക്കുന്നുണ്ടോ? സ്വന്തത്തോട് ചോദിക്കുക, നമ്മൾ ചോദിക്കുക. മാത്രവുമല്ല, ഏറ്റവും വലിയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ കാമം തീർക്കുന്നത് കോഴികളാണെങ്കിൽ കോഴികളെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തില് മനുഷ്യർ പരസ്പരം കാമപൂർത്തീകരണത്തിന് വേണ്ടി അവസരം കാത്തു നടക്കുന്നവരായി മാറിയിട്ടുണ്ട്. സമകാലികമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഒരു വട്ടം പോലും കാമപൂർത്തീകരണം നടത്താത്തവർ വളരെ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ അടുത്താണ് എന്നോട് ഒരാൾ പറഞ്ഞത്, 8ാം ക്ലാസ്സിൽ മദ്രസ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 10, 13, 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി കുളിക്കുന്നത് തൊട്ടടുത്തുള്ള അയൽവാസിയായ 15, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി. ഈ പെൺകുട്ടി കുളിക്കുന്നത് വീഡിയോ എടുക്കുകയാണ്, തന്റെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തതിനു ശേഷം തന്റെ ഫോണിൽ നിന്ന് പെൺകുട്ടിക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. നഗ്നനായി കുളിക്കുന്ന പെൺകുട്ടിയുടെ ആ വീഡിയോ ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തപ്പോ ഇത് പരസ്യപ്പെടുത്തൽ
പറയില്ല, ഇതാരോടും പറയില്ല, എന്റെ അഭിമാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ എന്നാൽ എനിക്ക് വഴിപ്പെട്ടു തരണം, എനിക്ക് വഴിപ്പെട്ടു തരണം, എനിക്ക് എന്റെ കാമപൂർത്തീകരണത്തിന് വഴിപ്പെട്ടു തരണം, ഇല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമെന്ന് പറഞ്ഞപ്പോ 16 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി ഈ 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുമായിട്ട് അവിഹിത ലൈംഗിക ബന്ധം നടത്തിയെന്ന് ഈ പെൺകുട്ടി സ്വന്തമായി വന്ന് പറഞ്ഞെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഈ വിഷയം തന്റെ ടീച്ചറോട് പറഞ്ഞപ്പോ പരിഹാരം പറഞ്ഞു തരുമെന്ന് വിചാരിച്ച് തന്റെ അധ്യാപികയോട് പറഞ്ഞപ്പോ അധ്യാപിക അതിനുശേഷം പിന്നെ മിണ്ടിയില്ലത്രേ. പിന്നെ ആ കുട്ടിയോട് മൗനമാണ്, മിണ്ടുന്നില്ലത്രേ. വീട്ടുകാരറിഞ്ഞ മിണ്ടുന്നില്ലത്രേ. ഇതിന് പരിഹാരമാണോ? ഈ പെൺകുട്ടി പലപ്പോഴും ഈ പീഡനത്തിന് കീഴ്പ്പെട്ടു പോകുന്നു എന്നറിഞ്ഞിട്ട് പോലും പരിഹാരം നമുക്കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഇതൊരു കഥ മാത്രമല്ല, ഒരു സംഭവം മാത്രമല്ല, നാടുനീളെ എടുത്തു നോക്കിയാൽ എവിടെയും തന്റെ പ്രിയപ്പെട്ടവരുമായി ഏറ്റവും കൂടുതൽ ലൈംഗികം നടക്കുന്നത് ജ്യേഷ്ഠന്റെ മോളും അഞ്ചന്റെ മോനും തമ്മിലാണ്. എളാപ്പ മൂത്താപ്പമാര് തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ കുഞ്ഞുങ്ങൾ തമ്മിലാണ്. ആരും സംശയിച്ചു പോകുന്നില്ല. എളാപ്പാന്റെ മക്കളും മൂത്താപ്പാന്റെ മക്കളും ഒരുമിച്ച് കൂടുമ്പോ അത് എളാപ്പാന്റെ മക്കൾ ആ കുടുംബ ബന്ധമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമായി തള്ളുന്നുവെങ്കിൽ ആ ബന്ധത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ബന്ധം നടക്കുന്നതെന്ന് ആധുനിക ലോകം സമ്മതിച്ചു പോയെങ്കിൽ അവിടെയാണ് ഇസ്ലാമിന്റെ മഹ്റമിന്റെ വില മനസ്സിലാക്കേണ്ടത്. ആര് കാണണം, ആര് കാണാൻ പാടില്ല? ഇതൊക്കെ പോകട്ടെ, കാമപൂർത്തീകരണത്തിന് വേണ്ടി തന്റെ പിഞ്ചു മകനെ ഉപയോഗപ്പെടുത്തുന്ന ഉമ്മയില്ലേ? സ്വന്തം മകനെ കൊണ്ട് ലൈംഗിക പൂർത്തീകരണം നടത്തുന്ന ഉമ്മമാരില്ലേ? തന്റെ സ്വന്തം മകളെ കൊണ്ട് ലൈംഗിക പൂർത്തീകരണം നടക്കുന്ന ഉപ്പമാരില്ലേ? നമ്മൾ ആരെ വിശ്വസിക്കും? ആരെ നമ്മൾ വിശ്വസിക്കും? ആരെ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും? ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്ത, ഞാൻ പറഞ്ഞു വെച്ചതുപോലെ കോഴിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന ഏറ്റവും വലിയ കാമപ്രിയരായ മനുഷ്യലോകം മാറിയിട്ടുണ്ട്. ഈ ദുനിയാവിൽ വന്നപ്പോ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ വന്നപ്പോ എവിടെ നോക്കിയാലും കാമപൂർത്തീകരണം ഇപ്പൊ നടക്കുന്നത്. ഏത് കലാലയമാവട്ടെ, ഏത് കുടുംബമാവട്ടെ, ഏത് നാട്ടിലാണെങ്കിലും ശരി, അവനക്ക് കാമം പൂർത്തിയാകണം. അതിനിപ്പോ പ്രത്യേകമായ കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോൾ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞാൽ അങ്ങാടിയിൽ സാരി ചുറ്റി നടക്കുന്ന കുറച്ച് ആൾക്കാർ. അവർക്ക് എന്താ പ്രത്യേക പേരുണ്ട്. ഓരോ പണെന്താ, ഒരു പരസ്യമായിട്ട് നിൽക്കുക. ഓരോ എന്നിട്ട് ആരെങ്കിലും വിളിച്ചുണ്ട്. ഞാൻ ഈ പൊൻകുണ്ടത്തെ പള്ളിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഈ പറയപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഒരു കാറിൽ കൊടുത്തിട്ട് പള്ളിന് മുമ്പിലാണ് ഇറക്കി. 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആ കാറെങ്ങനെ പോയി, ഒരു പിന്നെ അങ്ങനെ നടന്നും പോയി. ഇതാണ് ഇപ്പോഴത്തെ നിലവാരാവസ്ഥ. ആളുകൾക്ക് എന്തും ചെയ്യാം, എവിടെയും ചെയ്യാം. നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞു വെച്ച കരാറുണ്ട്. ആ കരാറ് നമ്മൾ മറന്നുകൊണ്ട് അതിർവരമ്പുകൾ കടന്നുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഏറ്റവും വലിയ മടിയന്മാരായിട്ട് നമ്മളല്ലേ മാറിയിട്ടുള്ളത്. മടിക്ക് പേര് കേട്ടിട്ടുള്ള കഴുത, മടിയന്മാരായി പേര് കേട്ടിട്ടുള്ളത് കഴുതയാണെങ്കിൽ ഈ കഴുതയെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ ഏറ്റവും വലിയ മടിയരായി നമ്മൾ മാറിയിട്ടുണ്ട്. കഴുത, ആ കഴുതന്റെ പുറത്തുണ്ട് ഒരു മനുഷ്യൻ കയറി എന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, യഥാർത്ഥത്തിൽ ശരിക്കുള്ള മടിയൻ ഈ മനുഷ്യനാണോ കഴുതയാണോ? ഈ നടക്കാനുള്ള മടി കൊണ്ടാണല്ലോ ഈ കഴുതപ്പുറത്ത് ഇയാൾ പോണത്. അല്ലെങ്കിൽ അതിന്റെ പുറത്ത് പോകില്ലല്ലോ. എന്നിട്ട് നമ്മൾ പറയും ഏറ്റവും വലിയ മടിയൻ കഴുതയാണ്. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് പോയപ്പോണ്ട് പിന്നെ കഴുതന്റെ 2 ഭാഗത്തും ഇങ്ങനെ പിന്നെ ഇഷ്ടിക നിറച്ച് വെച്ച് പുറത്ത് ഇങ്ങനെ തൂക്കിയിട്ട് കഴുത മുമ്പിൽ നടക്കുന്നുണ്ട്. ഇയാളിങ്ങനെ വായിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു, ശരിക്കും ഇവിടെ മടിയൻ ആരാണ്? ഈ കഴുതയാണോ അത് ഈ മനുഷ്യനാണോ? നമ്മളിപ്പോൾ ഒരു പണിയില്ല. നമുക്കെന്താ പണി? നമ്മളുണ്ടാവും വീഡിയോ പറയുമ്പോൾ എവിടെയും പോയി കുത്തിരിക്കണേ, അല്ലെങ്കിൽ വല്ല ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയും പോയി കുത്തിരിക്കണേ. ഈ ഫോണ് കയ്യിലുണ്ടാവും. ഒരു പണി നമുക്ക് വേണ്ട. ഒരു പണിയില്ലെങ്കിലും കയ്യിൽ ഫോണും അതിൽ കുറച്ച് നെറ്റും അതിൽ കുറച്ച് ചാർജും ഉണ്ടെങ്കിൽ ഒരു പണിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ സമയം അങ്ങനെ പോവും. ഇപ്പൊ പ്രത്യേകിച്ച് കുറെ കളികളൊക്കെ, ഫ്രീ ഫയർ പോലത്തെ കുറെ കളികളൊക്കെ ഇറങ്ങിയ കാലത്താണ് നമ്മളാണ് ഏറ്റവും വലിയ മനുഷ്യന്മാരായി മാറിയിട്ടുള്ളത്. നമുക്കിവിടെ ഹലാലും ഹറാമും പ്രശ്നമല്ല, ഹറാമും ഹലാലും നമുക്ക് പ്രശ്നമല്ല.
ഹലാൽ ഏതെന്ന് നമ്മൾ പഠിക്കുന്നില്ല, ഹറാം ഏതെന്ന് നമ്മൾ പഠിക്കുന്നില്ല, ഒന്നിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നില്ല. തോന്നിയതുപോലെ നമ്മൾ ജീവിക്കുകയാണ്. ആരെങ്കിലും ഇത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവനെ ഒറ്റപ്പെടുത്തുന്ന കാലത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ആർക്കും തന്നെ തെറ്റിനെ പരസ്യമായി പ്രതിരോധിക്കാൻ, തെറ്റിനെ പരസ്യമായി ചെയ്യരുതെന്ന് പറയാൻ അവകാശമില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പൊതുസമൂഹത്തിനിടയിലൂടെ അവനെ ഒറ്റപ്പെടുത്തുക, അവനെ താറടിക്കുക, അവനെ മോശമായി ചിത്രീകരിക്കുക. ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരെങ്കിലും നല്ലത് പറയാൻ പാടില്ല, നല്ലത് പറഞ്ഞാൽ അവൻ കുടുങ്ങി, അവനൊറ്റപ്പെട്ടു പോകുന്നു. തിന്മയിലൂടെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ പിന്നിൽ എല്ലാവരും അണിനിരക്കുകയാണ്. നന്മക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ലാത്ത, നന്മയുടെ വഴിയെ എല്ലാവരും വിട്ടേച്ചുകൊണ്ട് തിന്മയിലൂടെ കാൽ വെച്ച് നടക്കുന്ന പ്രത്യേകമായൊരു സമാൻ. ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിലോകത്തേക്ക് പടച്ചുവിടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ വയറ്റിനുള്ളിലേക്ക് നമ്മെ റൂഹിനെ സംവിധാനിപ്പിക്കുമ്പോ, ഉമ്മയുടെ വയറ്റിലേക്ക് നമ്മുടെ റൂഹിനെ കൊണ്ടുവന്നിടുമ്പോ ഈ റൂഹ് ശുദ്ധമാണ്, ഒരു തെറ്റുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത പൂർണ്ണമായ റൂഹിനെയാണ് അല്ലാഹു കൊണ്ടുവന്നിട്ടതെങ്കിൽ ഈ റൂഹിനെ തിരിച്ചു കൊണ്ടുപോകുന്നൊരു സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ആ സമയത്ത് ഇങ്ങനെയാണോ ഇങ്ങോട്ട് ഏൽപ്പിച്ചതെങ്കിൽ അതേപോലെ കറപുരടാതെ ഈ റൂഹിനെ തിരിച്ചേൽപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. എങ്ങനെ? ഇതൊരു അമാനത്താണ്, അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു അമാനത്താണ് നമ്മുടെ ജീവിതം. നമ്മുടെ റൂഹ് എങ്ങനെയാണ്? ഈ റൂഹിനെ ഒരു കേടുമില്ലാതെ നമ്മെ എങ്ങനെയാണോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെങ്കിൽ അതേ രൂപത്തിൽ ഇവിടുന്ന് തിരിച്ചു പറഞ്ഞേക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ജീവിതം കൊണ്ട് നമ്മൾ വിജയിക്കുന്നു. അവിടെയാണ് കുഞ്ഞിത്തങ്ങൾ ചർച്ച വരേണ്ടത്. അവിടെയാണ് നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം കൊടുത്ത ഖാദിമാർ, അവരവിടെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട കുഞ്ഞിത്തങ്ങൾ വഫാത്തായി പോയിട്ട് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല കഴിഞ്ഞതെങ്കിൽ ഇപ്പോഴും എന്തുകൊണ്ട് അവരെ നമ്മൾ ഓർക്കുന്നു? അവരുടെ ആണ്ടുകൾ എന്തുകൊണ്ട് നമ്മൾ നടത്തുന്നു? അല്ലാഹു പറഞ്ഞ രൂപത്തില് അല്ലാഹുവിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ ജീവിതം ചിട്ടപ്പെടുത്തിയപ്പോ സമുദായം അവർ ഏറ്റെടുത്തു. അല്ലാഹു അവർക്ക് സ്വീകാര്യത കൊടുത്തു. അല്ലാഹുവിന്റെ മാലാഖമാർ അവർക്ക് സ്വീകാര്യത കൊടുത്തു. അതുകൊണ്ടാണ് കുഞ്ഞുത്തങ്ങളെ ഇന്നും നമ്മൾ ഓർക്കുന്നത്. അവരാണ്ട് വരുമ്പോ അവരുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയില് അവരെ നമ്മളിങ്ങനെ ഓർക്കുന്നത്. അവർക്ക് വേണ്ടി എത്രയോ ഹത്തമുകൾ നമ്മൾ ഓതി തീർത്തു. എന്ത് രക്തബന്ധം പോലുമില്ലാത്ത കുഞ്ഞുത്തങ്ങള്, നമ്മളുമായി രക്തബന്ധമില്ല, നമ്മുടെ നാട്ടിന് ഖാദിയായി നിന്നിരുന്നു, നമ്മുടെ നാട്ടിലെ സയ്യിദായിരുന്നു. എന്നിരുന്നാലും എത്രയോ ആളുകൾ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയവരുണ്ട്. അവരെ കുറിച്ചൊന്നും നമ്മൾ ഓർക്കുന്നില്ലല്ലോ. അവരെ കുറിച്ചൊന്നും ഇതുപോലെ നമ്മൾ പറയുന്നില്ലെങ്കിൽ കുഞ്ഞുത്തങ്ങളെ നമ്മൾ ഓർക്കുന്നത് ഈ നാടിന് ദീനപരമായി നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്. ഈ നാടിന് ഖാദിയായി നിന്നുകൊണ്ട് ഈ നാടിന്റെ പരിശുദ്ധ ദീനിന്റെ കർമ്മങ്ങൾക്ക് നേതൃത്വം തന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുത്തങ്ങള് ഇന്നും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൗതിക ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയെങ്കിലും ഈ മനസ്സുകളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ മരിച്ചു പോയിട്ടില്ല. ഇന്നും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് നമുക്ക് പരിഹാരമുള്ളത്. അത് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോ അല്ലാഹു കൊടുത്ത അംഗീകാരമാണ്, അല്ലാഹുവിന്റെ മാലാഖമാരുടെ അംഗീകാരമാണ് ഈ സമുദായം അവർക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെയാണ് അവരെ ചർച്ച ചെയ്യേണ്ടത്. അവരെ നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ ഓർത്തുപോവുക, എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അദ്ദേഹം ഈ നാടുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞാനിങ്ങനെ പൊന്മുണ്ടത്തുണ്ടായിരുന്നു. ആ സമയത്ത് പൊന്മുണ്ടത്താണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ആശുതങ്ങളൊക്കെ മാപ്പ കുഞ്ഞുത്തങ്ങളൊക്കെ ഞാൻ ഭയങ്കര ബന്ധമാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടിന് കുറ്റിയടിച്ച തങ്ങളാണ്. പിന്നെ പറഞ്ഞു, വീടിന്റെ അപ്പുറത്ത് ഒരു കിണറുണ്ട്, ആ കിണറിന് സ്ഥാനം നിർണയിച്ച തങ്ങളാണ്. എന്നിട്ട് പറയാം, പരിസരത്ത് അപ്പുറത്തും അതിന്റെ അപ്പുറത്തും ആ കിണറിന് 4 ഭാഗത്തും വീടുകളുണ്ട്, കിണറുണ്ട്. പക്ഷേ അതിലൊക്കെ നല്ല ആഴത്തിലുള്ള കിണറാണ്. പക്ഷെ വെള്ളം കുറച്ചാലേ ഉണ്ടാവുള്ളൂ, വറ്റിപ്പോകും.
പാറയാണ്, വെള്ളം ഉണ്ടാവൂല, വറ്റിപ്പോവും. പക്ഷേ തങ്ങൾ ഒരു സ്ഥാനം നിർണയിച്ച് എനിക്ക് തന്നു. ആ കിണറിന് തൊട്ടുപുറത്താണ്. എന്നിട്ട് ഒരു സ്ഥാനം നിർണയിച്ചു തന്നു. എന്നിട്ട് എന്റെ കൈക്ക് ബർക്കത്തിന് പൈസ ഇന്നലെ കയ്യിലട വെച്ചോ, കിണർ കുഴിച്ചുവിടുക. കിണർ കുഴിച്ചു. കുറച്ച് താഴെ പോയപ്പോഴേക്ക് വെള്ളം കണ്ടു. ആ വെള്ളം പരിസരത്തുള്ള കിണറുകളൊക്കെ വറ്റി വരണ്ടു പോയാലും ഈ കിണറിലെ വെള്ളം ഇന്നും വറ്റിപ്പോകുന്നില്ല. പരിസരവാസികൾ മുഴുവൻ ഈ കിണറിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കുഞ്ഞുത്തങ്ങളുടെ സ്ഥാനം നിർണയിച്ചു തന്നതിന്റെ ബറക്കത്താണെന്ന് ബഹുമാനപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്തുകൊണ്ട്? അവരുടെ നാവിന് അസറുണ്ട്. അസറുള്ള നല്ല ഇജാബത്തുള്ള നല്ല ഫലമുള്ള നാവുകളാണ് അവർക്കുള്ളത്. അള്ളാഹുവിനെ പേടിച്ച് ദുനിയാവിന്റെ ഓരോ സുഖത്തിൽ നിന്ന്, സുഖസുന്ദരമായ ജീവിതത്തിൽ നിന്ന് ദുനിയാവിനെ പുറംകാലുകൊണ്ട് പുറംപോക്കിലേക്ക് തട്ടിമാറ്റിയിട്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച ചില ഔലിയാക്കളുണ്ട്, ചില അടിമകളുണ്ട്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചില സ്ഥാനം നിർണയിച്ചു കൊടുക്കുമ്പോ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കുതിരത്ത് അവിടെ ഇറങ്ങും. പ്രത്യേകമായ കുതിരത്തിറങ്ങും. ഞാൻ അവിടെ കണ്ടത്. അവിടെയാണ് കുഞ്ഞുത്തങ്ങൾ ചർച്ച വരേണ്ടത്. അതുപോലെ അവിടെയാണ് മമ്പുറമ്മങ്ങൾ ചർച്ച വരേണ്ടത്. അവിടെ തന്നെയാണ് നമ്മുടെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ ചർച്ച വരേണ്ടത്. അവരെയൊക്കെ വാനലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മെപ്പോലെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അവരും ജീവിച്ചിട്ടുണ്ട്. നമ്മെപ്പോലെ ഉമ്മ അവരെയും പ്രസവിച്ചിട്ടുണ്ട്. ഭൂമി ലോകത്ത് വന്നപ്പോ വാനലോകത്ത് വെച്ച് അല്ലാഹുവിനോട് പറഞ്ഞ കരാറ് ലംഘിക്കാതെ ജീവിതം നല്ല സംശുദ്ധമായ വഴിയിലൂടെ ചിട്ടപ്പെടുത്തിയപ്പോ അല്ലാഹു അവർക്ക് ലോകത്ത്, ഭൂമി ലോകത്ത് അംഗീകാരം കൊടുത്തു. അള്ളാഹുവിന്റെ മാലാഖമാർക്കിടയിൽ അവർക്ക് അംഗീകാരം കൊടുത്തു. അവരെ കുറിച്ചാണ് പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പേടിക്കേണ്ടതില്ല, അവർ ടെൻഷൻ അടിക്കേണ്ടതില്ല, അവർ പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അവർക്ക് സന്തോഷിക്കാനുള്ളതാണ്. അവർക്ക് പേടി ബേജാറുകളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന ഔലിയാഇ ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ ഔലിയാക്കളുടെ മേലിൽ പിശാചേ നിനക്ക് അധികാരം ചെലുത്താൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ ഔലിയാക്കളുടെ മേലിൽ പിശാചിന് അധികാരം പെടുത്താൻ സാധിക്കില്ല. കാരണം ഇൻ ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കള്, അള്ളാഹുവിന്റെ ആരിഫീങ്ങള്, അള്ളാഹുവിന്റെ അബ്ദ് എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയവര് അത് തഖ്വയുള്ള മുത്തഖീങ്ങളാണ്. അതുകൊണ്ട് പിശാചിനവരെ ഉടമപ്പെടുത്താൻ, പിശാചിനവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് കുഞ്ഞുത്തങ്ങൾ ഇന്നും നമ്മുടെ മനസ്സുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ മാതൃകകൾ ഇന്നും ഇവിടെ ബാക്കിയുണ്ട്. ആ മാതൃകകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോ കുഞ്ഞുത്തങ്ങൾ ഇന്ന രൂപത്തിലാണ് ആ കാര്യത്തിന് പരിഹാരം കണ്ടിരുന്നത്, ആ വഴിയാണ് നമ്മൾക്ക് അഭികാമ്യമെന്ന് നമുക്ക് ധൈര്യമായി പറയാനും ആ വഴി നമ്മൾ സ്വീകരിച്ചാൽ പതറാതെ നമുക്കതിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്നത് അത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോ അള്ളാഹു അവർക്ക് കൊടുത്ത അംഗീകാരമാണ്. ഭൗതികമായ ലോകത്ത് നമ്മൾ വരുമ്പോ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ മറന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അള്ളാഹുവിനെ നമ്മളെ മറന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ റൂഹിനെ അള്ളാഹുവിലേക്ക് കളങ്കമില്ലാതെ തിരിച്ചേൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവനാണ് ജീവിതം കൊണ്ട് വിജയിക്കുന്നത്. ഈ ദുനിയാവെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത് ലോകത്തേക്ക് കൃഷി ചെയ്യാനുള്ള കൃഷിയിടമാണ് ഭൂമി. ഇവിടെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് കുറഞ്ഞ കാലമാണ് ജീവിക്കുന്നതെങ്കിലും ഇവിടെ വിളവെടുപ്പ്, ഇവിടെ നമ്മുടെ ഭൂമി ഉഴുതി മറിച്ചിട്ട് അതിൽ വേണ്ട വിത്ത് നട്ടാല് ആഖിറത്തിൽ വരുന്ന സമയത്ത് അതിന്റെ വിളവ് നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ആരാണോ ഇവിടെ കൃഷി നടത്തിയതെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിളവ് ആഖിറത്തിൽ നിന്ന് കൊയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമൽ ചെയ്യേണ്ട, ഹൃദയത്തെ പാകപ്പെടുത്തി
തിന്മയിൽ നിന്ന് ശരീരത്തെ മാറ്റി നിർത്തിയിട്ട് നന്മ കൊണ്ട് ഹൃദയത്തിൽ വിത്ത് വിതച്ചുകൊണ്ട് നന്മയെ അതിലൂടെ വളർത്തിയെടുത്താൽ, നന്മയെ നട്ട് വളർത്തിയെടുത്താൽ ആഖിറത്തിൽ എത്തുന്ന സമയത്ത് അതിന്റെ വിളവ് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടത് ഓരോ നന്മകളും നമ്മൾ ഹൃദയത്തിൽ ഇറക്കി വെക്കണം. അതിനെ നമ്മളിവിടെ കൃഷി പോലെ പരിപാലിച്ച് വളർത്തണം. അതിനെങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ ആഖിറത്തിൽ വരുന്ന സമയത്ത് അതിന്റെ വിളവ് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആഖിറത്തിൽ വരുമ്പോൾ വിളവ് പറിക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി കാണാൻ കഴിയും, അതിന്റെ സവാബ് കാണാം, അതിന്റെ പ്രതിഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ തരിശു ഭൂമിയാക്കിയിട്ടോ ഇവിടെ ഒരു കൃഷിയും ചെയ്തില്ല, ഇവിടെ ഒന്നും തന്നെ വിത്ത് നടാതെ നമ്മുടെ ദുനിയാവിനെ തരിശു ഭൂമിയാക്കിയിട്ട് വെച്ചാൽ ആഖിറത്തിൽ വരുമ്പോൾ അവർക്ക് അതിന്റെ ഫലം കൊയ്തെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആഖിറത്തിലേക്ക് വേണ്ട കൃഷിയുടെ വിളവിറക്കേണ്ടത് ഇവിടെയാണ്, അതിന്റെ വിളവ് കൊയ്യേണ്ടത് ആഖിറത്തിലാണ്. ആഖിറം രക്ഷപ്പെടാൻ ആഖിറത്തിലേക്ക് ആവശ്യമായത് ഇവിടെ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കണം, ഇവിടെ നമ്മൾ സമ്പാദിക്കണം. ഇവിടെയാണ് ആഖിറം കൊണ്ട് വിജയിക്കേണ്ടത്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത്, ഇവിടെ ഹക്കും ബാത്തിലും തിരിച്ചറിയാൻ ആവശ്യമായ ബുദ്ധി അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഹക്കും ബാത്തിലും തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് തന്നോ. മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അല്ലാഹു തആല എണ്ണി പറഞ്ഞതും നമുക്ക് അല്ലാഹു ബുദ്ധി തന്നിട്ടുണ്ട്. ഹക്കേതെന്ന് ബാത്തിലേത് തിരിച്ചറിയാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. എടോ, നിനക്ക് അല്ലാഹു രണ്ട് കണ്ണ് തന്നിട്ടില്ലയോ? ഒരു നാക്ക് അല്ലാഹു തന്നില്ലയോ? രണ്ട് ചുണ്ടുകൾ അല്ലാഹു തന്നില്ലയോ? അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, വഹദൈനാഹു നജ്ദൈൻ. നന്മയും തിന്മയുമായ രണ്ട് വഴികളും നിന്റെ മുമ്പിൽ അല്ലാഹു തുറന്നു വെച്ചിട്ടുണ്ട്. ഇത് നന്മയാണ്, ഇത് തിന്മയാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും അല്ലാഹു നിനക്ക് തന്നു. എന്നിട്ട് നന്മയെ തിരഞ്ഞെടുക്കുന്നുണ്ടോ തിന്മയെ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എടോ, നിന്റെ റബ്ബ് വാനലോകത്ത് പ്രത്യേകമായ നിരീക്ഷണത്തിലാണ്. നിന്നെങ്ങനെ സദാസമയത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ റബ്ബിനെ നീ മറന്നു പോകല്ല. നിന്റെ മുമ്പിൽ ഹക്കും ബാത്തിലും രണ്ട് വഴികൾ അല്ലാഹു തുറന്നു വെച്ചിട്ടുണ്ട്. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നുണ്ടോ? ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി തിരസ്കരിക്കുന്നുണ്ടോ? അതോ ബാത്തിലൂടെ ജീവിക്കുന്നുണ്ടോ എന്ന് നിന്റെ റബ്ബ് കൃത്യമായി നോക്കിക്കാണുന്നുണ്ട്. മാത്രവുമല്ല, അല്ലാഹു നോക്കിക്കാണുന്നുണ്ട് എന്നതിന്റെ അപ്പുറം അല്ലാഹു തന്നെ പറയുകയാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ വഅതീദ്. ദുനിയാവിൽ നീ ജീവിക്കുന്ന കാലത്ത് ഒരു വാക്ക് നീ ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ ഇടംബരം റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകളെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ കർമ്മങ്ങൾ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി രണ്ട് മലക്കുകളെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, കമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ വഅതീദ്. നിന്റെ ഇടവും വലവും രണ്ട് മലക്കുകളെ അല്ലാഹു സംവിധാനിച്ചോ. എല്ലാ ലഫ്ലുകളും നീ ഉച്ചരിക്കുന്ന ഉരുവിടുന്ന ഓരോ വാക്കുകളും ആ റഖീബും അതീദും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നീ മരിക്കുന്ന സമയത്ത് അവർ വേർപിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ പോലും വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഇത്തരം മജ്ലിസ് കൊണ്ട് നമ്മൾ വിജയിക്കുന്നത്. ഇത്തരം പുണ്യമായ മജ്ലിസിൽ വന്നിരിക്കുന്ന നമ്മള്, ഇത്തരം നല്ല കർമ്മങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മള്, ഈ മലക്കുകൾ നമ്മൾ മരിക്കുന്ന സമയത്ത് വിളിച്ചു പറയുമത്രേ, ജസാക്കല്ലാഹു അന്നാ ഖൈറാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നന്മ തരട്ടെ, നല്ലത് തരട്ടെ. റബ്ബ മജ്ലിസിൽ ഖൈരി അജ്ലസ്തനാ, നീ കാരണം എത്രയെത്ര നന്മയുടെ മജ്ലിസുകളിൽ പോയിരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എത്രയെത്ര ദിക്ർ ദുആ മജ്ലിസുകളിൽ ഞങ്ങൾ പോയി, എത്രയെത്ര വഅലിന്റെ മജ്ലിസുകളിൽ ഞങ്ങൾ പോയി, എത്രയെത്ര മജ്ലിസ് നൂറുകളിൽ ഞങ്ങൾ പോയി. തുല്യമായ ഒരുപാട് മജ്ലിസുകളിൽ നീ ഞങ്ങളെ കൊണ്ടുപോയി. നീ പോകുന്ന സമയത്ത് നീ മാത്രമല്ല പോയിരുന്നത്, നിന്റെ കൂടെ ഞങ്ങളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസാക്കല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് ഖൈർ തരട്ടെ എന്ന് പറഞ്ഞ് ഈ രണ്ട് മലക്കുകളും അവന്റെ മരിക്കുന്ന സമയത്ത് അവനിൽ നിന്ന് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് ഒരു മനുഷ്യന് എല്ലാ തിന്മകളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യന് നന്മയുടെ ഒരു മജ്ലിസിലും അവൻ പോയിരുന്നിട്ടില്ല, ഒരു മജ്ലിസിൻ നൂറിൽ അവന് പോയിട്ടില്ല, ഒരു ദിക്ർ ദുആ മജ്ലിസിൽ അവന് പോയിട്ടില്ല, ഒരു വഅലിന്റെ മജ്ലിസിൽ അവന് പോയിട്ടില്ല, ഒരു ഇൽമിന്റെ മജ്ലിസിലോ പള്ളിയിലോ പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യന് തിന്മയിൽ മാത്രം അധിഷ്ഠിതമായി ജീവിതം നയിച്ചൊരു മനുഷ്യന് ഈ മനുഷ്യൻ വെറും സിനിമാ തിയേറ്ററുകളിലൂടെ ഗാനമേളകളിലൂടെ വളരെ ആർഭാടത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യന് ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആഘോഷിച്ച് ജീവിച്ചു പോയ ഈ മനുഷ്യന് മരിക്കുന്ന സമയത്ത് മലക്കുകൾ വിളിച്ചു പറയുമത്രേ, ജസാക്കല്ലാഹു അന്നാ ശർറാ, എടോ അല്ലാഹു നിനക്ക് ശർറ് തരട്ടെ, ഖൈർ തരാതിരിക്കട്ടെ, അല്ലാഹു നിനക്ക് ഖൈർ തരാതിരിക്കട്ടെ, ശർറ് തരട്ടെ. എന്താ കാരണം? അവർ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, റബ്ബ മജ്ലിസി സൂഇ അജ്ലസ്തനാ, എടോ എത്രയെത്ര തെറ്റുകൾ ചെയ്യുന്ന, എത്രയെത്ര തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന, വളരെ മോശമായ നികൃഷ്ടമായ ഒരുപാട് മജ്ലിസുകളിൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ നിന്റെ കൂടെ വന്നിരുന്നിട്ടുണ്ട്. ഗാനമേളക്ക് നീ പോയപ്പോ നീ മാത്രമല്ല പോയത്, സിനിമാ തിയേറ്ററുകളിലൂടെ നീ പോയപ്പോ നീ മാത്രമല്ല പോയത്, ഇവിടെ ആഘോഷിച്ച് ആർമാദിച്ച് ജീവിച്ചപ്പോ നീ മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നീ പോകുന്ന സമയത്ത് കൃത്യമായത് രേഖപ്പെടുത്തി വെക്കാൻ നിന്റെ ഇടംബരം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ. നീ പോകുന്ന സമയത്ത് നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങളും അങ്ങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസാക്കല്ലാഹു അന്നാ ശർറാ. സുയൂത്തി തങ്ങള് തന്റെ ദഖായിഖുൽ അഖ്ബാറിലെ ഹബീബായ തങ്ങള് പറഞ്ഞ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതുപോലത്തെ മജ്ലിസുകളിൽ വന്നിരുന്നതിന്റെ പുണ്യം, ദിക്ർ ദുആ മജ്ലിസുകളിൽ വന്നിരുന്നതിന്റെ പുണ്യം, മജ്ലിസുൻ നൂറുകളിൽ വന്നിരുന്നതിന്റെ പുണ്യം, അതുപോലത്തെ നല്ല മജ്ലിസുകളിൽ വന്നിരുന്നതിന്റെ പുണ്യം മരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഓർക്കണം, നമുക്കൊക്കെ ഒരു മടക്കമുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞുതങ്ങൾ വഫാത്തായി പോയതുപോലെ, നമ്മുടെ പൂർവികരായ കാളിമാര് മരിച്ചു പോയതുപോലെ, നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട ദീനിന്റെ അഖിലുകാര് മരിച്ചു പോയതുപോലെ ഈമാനോടെ മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ആഖിറമാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്, നമ്മുടെ ആഖിബത്താണ് രക്ഷപ്പെടേണ്ടത്. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദുനിയാവ് പച്ച പിടിച്ച മാധുര്യം നൽകുന്ന വസ്തുവാണ്. അഷ്റഫുൽ ഖൽഖ് തന്നെ പഠിപ്പിച്ചു തന്നത്, ഇന്ന ദുനിയാ ഹുൽവതുൻ വഖദിറാ, ദുനിയാവ് പച്ച പിടിച്ച മാധുര്യമുള്ള വസ്തുവാണ്. നിന്നെ തെറ്റ് ചെയ്യുന്നതിലേക്ക് ആകർഷിക്കുന്ന, നന്മയോട് മടുപ്പുണ്ടാക്കുന്ന, തിന്മയോട് ആകർഷണീയ ഉണ്ടാക്കുന്ന, തിന്മകളിലൂടെ ജീവിക്കുമ്പോൾ എനിക്കൊരു രസവും സുഖവും കാണുന്ന അങ്ങനത്തെ ഒരു ലോകമാണ് ദുനിയാവ്. അതേ സമയത്ത് അന്നല്ലാഹു തആല മുസ്തഖ്ലിഫകും ഫീഹാ, ഇന്ന അല്ലാഹു ഭൂമിയിലേക്ക് പ്രതിനിധിയായി പറഞ്ഞു വിട്ടതാണ്. ഈ ഭൂമിയിലേക്ക് നിന്നെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇന്നീ ഉരീദു അയ്യജഅല ഫിൽ അർളി ഖലീഫ. അങ്ങനെയാണ് മലക്കുകളോട് അങ്ങനെയാണ് അവർ മുശാവറ നടത്തിയത്. നീ ഉരീദു അയ്യജഅല ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമി ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഇന്ന ദുനിയാ ഹുൽവതുൻ വഖദിറാ, ദുനിയാവ്
കളറ് പച്ച പിടിച്ച മാധുര്യമുള്ള നിന്നെ ആകർഷിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് ഫയന്ദുറു കൈഫ തഅലമൂൻ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സദാസമയത്ത് നിന്റെ റബ്ബ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബ് എന്നെ സദാസമയത്ത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ